അടിക്ക് തിരിച്ചടി തലയ്ക്ക് തല എന്ന നിലയിലേക്ക് ഇറാൻ ഈ യുദ്ധ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെ നിർണായകമായ ഒരു മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് IRGC ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ ഓഫീസിലേക്ക് വിജയകരമായ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് IRGC പറയുമ്പോൾ ലോകം നടുങ്ങുകയാണ്. കാരണം ഈ യുദ്ധം പിടിച്ചു നിർത്താൻ ഇനി ആർക്കും കഴിയാത്ത നിലയിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. ആയത്തുള്ള അലി ഖാംനെയി എന്ന ഇറാന്റെ പരമോന്നത നേതാവടക്കം 40 ഉന്നതരെയാണ് ഒരൊറ്റ ആക്രമണത്തിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. അതിന് തക്കതായ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം 12 മണിക്കൂറിനുള്ളിൽ 6 അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 10 രാജ്യങ്ങളിലേക്ക് ഇറാൻ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങൾ, ഹോട്ടൽ നെറ്റ്വർക്കുകൾ, അതുപോലെ ഹോർമുസ് കടലിടുക്കിലെ കുടുങ്ങിക്കിടക്കുന്ന എണ്ണക്കപ്പലുകൾ, എണ്ണ ടാങ്കറുകൾ, പല രാജ്യങ്ങളുടെയും റിഫൈനറികളൊക്കെ വല്ലാത്തൊരു മത്സര ബുദ്ധിയോടുകൂടി ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഖാംനെയിയെ വധിച്ചവരെ ഞങ്ങൾ പിന്തുടർന്ന് വധിക്കുമെന്ന നിലയിലേക്ക് ഇറാൻ കുറെ കൂടി കടുത്ത ആക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് ഇനി ഒരു ഒത്തുതീർപ്പിനും സാധ്യതയില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യതയില്ല, ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യം പോലുമില്ല എന്ന നിലയിലേക്ക് ഇറാൻ തീർപ്പ് കൽപ്പിച്ച് അവർക്ക് തോന്നിയതുപോലെ മുന്നോട്ട് പോകുന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ന് രാവിലെ GCC രാജ്യങ്ങളുടെ അടിയന്തര യോഗം ചേർന്ന് ഈ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കാനോ യുദ്ധമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എങ്ങനെ കഴിയുമെന്നതിനെക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ നടന്നിരുന്നു. ഇസ്രായേലും അമേരിക്കയും ഒരു പക്ഷേ ഒരു ആണവ ചർച്ചയ്ക്ക് ഇറാനുമായി സന്നദ്ധമായേക്കുമെന്ന സൂചനകൾ ചില അമേരിക്കൻ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് പറഞ്ഞത്. ഇറാൻ ഇങ്ങോട്ടേക്ക് ചർച്ചയ്ക്ക് വരും എന്ന നിലയിലായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ ഇറാൻ അത് നിഷേധിച്ചു. ഇറാൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ഉടനടി തന്നെ ലോകത്തെ അറിയിച്ചു, ഞങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല, പ്രതികാരം ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്ന് അവർ പറഞ്ഞു. അതിന് പിന്നാലെയാണ് 12 മണിക്കൂറിനിടെ അതിഭയാനകമായ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. 27 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതിന് പിന്നാലെയാണ് നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെ പോലും ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത്. ഇത് ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ സാഹചര്യമായി തന്നെയാണ് വിലയിരുത്തുന്നത്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ നടന്നൊരു വധശ്രമമായിട്ടാണ് ഇതിനെ ലോകം വിലയിരുത്തുന്നത്. ആ ഓഫീസിൽ നെതന്യാഹു ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടേനെ. അദ്ദേഹം ഓഫീസിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും മാറിയിരുന്നോ, ബങ്കറിലാണോ, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ്, അദ്ദേഹത്തിന് നേരെ ഇനിയും ആക്രമണം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നെതന്യാഹുവിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചൊന്നും ഇപ്പോൾ വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല എങ്കിലും IRGCയുടെ ഈ അവകാശവാദം ശരിവെക്കുന്ന വിധത്തിൽ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ചില സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓഫീസിന് പുറത്ത് പരിക്ക് പറ്റി കിടക്കുന്ന തരത്തിലുള്ളതാണ്. അതിന് ആധികാരികത ഇസ്രായേൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ IRGCയുടെ അവകാശവാദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ചില ദൃശ്യങ്ങളും വെച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോൾ നൽകുകയാണ്. അതായത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് യുദ്ധം കടന്നിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലുള്ള ആക്രമണങ്ങളും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനി ചടുലമായി ഉണ്ടാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ യുദ്ധത്തെ പിടിച്ചുകെട്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ഇനി ഇറാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ തീരുമാനിക്കും എന്താണ് നടക്കേണ്ടത് എന്ന്. ഇത് ഗൾഫ് രാജ്യങ്ങളെയും വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്രായേലിനെയും വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. 9 പേരെ ഒറ്റയടിക്ക് കൊല്ലുന്ന തരത്തിലുള്ള ഭീകരമായ മിസൈൽ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ നടത്തിയിരുന്നു. അതേ തുടർന്ന് അപകടഭീതി മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിലെ അടിയന്തരാവസ്ഥ 12-ാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ്. അതായത് ഇസ്രായേലിനെയും ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇസ്രായേലും വലിയ ഭീതിയിൽ തന്നെയാണ്. ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഉള്ളിലെ ടാർഗറ്റുകളിൽ കൊള്ളുന്നുണ്ട്, അവിടെ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നെതന്യാഹുവിൻ്റെ ഓഫീസ് പോലും ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതറ്റം വരെയും പോകാൻ ഇറാൻ ഇറങ്ങിത്തിരിക്കുമെന്നും അതിൽ വലിയ തോതിൽ അവർക്ക് മുന്നേറാൻ കഴിയുന്നുണ്ട് എന്നും വ്യക്തമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്തായാലും ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ ആയത്തുള്ള അലി ഖാംനെയിയുടെ കൊലപാതകത്തിന് കാരണക്കാരായ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഞങ്ങൾ ലക്ഷ്യമിടുകയാണ്, ഞങ്ങൾ വധിക്കാൻ ലക്ഷ്യമിടുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ്, ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. അതേസമയം അതിന് തൊട്ട് മുമ്പായിട്ട് ഇസ്രായേലിൻ്റെ ഒരു വലിയ ആക്രമണം ഇറാനിലേക്ക് നടന്നു എന്ന് പറയുന്നു. ആ ആക്രമണത്തിൽ ഇറാനിലെ ഒരു ആണവ കേന്ദ്രം തകർന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആണവ കേന്ദ്രം തകരുമ്പോൾ സ്വാഭാവികമായിട്ടും ആണവ വികിരണം ഉണ്ടാകും. ഈ ആണവ വികിരണം ഏറ്റുകഴിഞ്ഞാൽ
ഒരു ആണവ ബോംബ് വീണതിന് സമാനമായ രീതിയിൽ വലിയ തോതിൽ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, മരണമുണ്ടാകും, വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത്രയും വലിയ ചോർച്ച, ആണവ വികിരണങ്ങൾ അവിടേക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ അടിയന്തര യോഗം ഇപ്പോൾ വിയന്നയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വശത്ത് ഇറാന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 1000-ലധികം കേന്ദ്രങ്ങൾ ഇറാനിൽ തകർക്കപ്പെട്ടതായി ഇസ്രായേലും അമേരിക്കയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ, അവരുടെ ലോഞ്ചിങ് പാഡുകൾ, മിസൈൽ സെന്ററുകൾ, ആയുധപ്പുരകളൊക്കെ തകർത്തതായി ഇസ്രായേലും അമേരിക്കയും പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇറാൻ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ, ഇറാനിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഇറാൻ തിരിച്ചടിക്കാനും പാടില്ല. കാരണം അത്രയധികം അവർ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമല്ല ഇറാനിലുള്ളത്. അവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികളടക്കം ശക്തമായി പ്രതിരോധത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്നു. വലിയ തോതിലുള്ള പ്രത്യാക്രമണത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്നു. വലിയ ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതായത് ഒരേ സമയം നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്ത വരുന്ന അതേ സമയം തന്നെ ഇറാനും ശക്തമായി തിരിച്ചടി കിട്ടുകയാണ്. അതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു വലിയ കുഴപ്പം. ആരെങ്കിലും ഏകപക്ഷീയമായി യുദ്ധത്തിൽ മുന്നേറുന്ന സാഹചര്യമില്ല. ഏതെങ്കിലും തരത്തിലൊരു നാശനഷ്ടം ഒരാൾക്ക് മാത്രമായി ഉണ്ടാകില്ല, രണ്ടു കൂട്ടർക്കും പ്രശ്നമുണ്ടാകും. അതാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുമ്പോൾ ഇറാന് മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ, ഇറാൻ തിരിച്ചടിക്കുമ്പോൾ 6 അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ 10 രാജ്യങ്ങൾക്ക് തകരാറുണ്ടാകുന്നുണ്ട്. അതും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങളൊക്കെ തകരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. പശ്ചിമേഷ്യ അശാന്തമാകുന്നു എന്ന ചെറിയൊരു കോണ്ടെക്സ്റ്റിലേക്ക് ഇതിനെ ഒതുക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഒമാനിൽ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായി. കുവൈറ്റിൽ അമേരിക്കൻ പോർവിമാനം തകർക്കുന്ന സാഹചര്യമുണ്ടായി. സകല രാജ്യങ്ങളിലേക്കും വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമസോണിൻ്റെ ഡാറ്റാ സെൻറ്റർ ആക്രമിക്കുന്നു. അതുപോലെ തന്നെ സൗദി അരാംകോയിലെ ഓയിൽ പ്ലാന്റ് ആക്രമിക്കുന്നു. ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ പോലും, അങ്ങനെ തന്നെ കരുതിയാലും അത് വലിയ നാശനഷ്ടങ്ങളാക്കാൻ ഇറാന് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കും എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധാന ആഹ്വാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഇത് വലിയൊരു പ്രശ്നമായി ഉയർന്നു വരുന്നത് ലോകത്തെ മുഴുവൻ ബാധിക്കും, പശ്ചിമേഷ്യയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട്. GCC രാജ്യങ്ങൾ ഈ നിലപാട് തന്നെയാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയുമോ എന്ന ചർച്ചകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖോമനേയി കൊല്ലപ്പെടുന്നു, 40ഓളം ഉന്നതർ കൊല്ലപ്പെടുന്നു. തങ്ങളുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിനും തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും നേരെ പാശ്ചാത്യ ശക്തികളുടെ കടന്നാക്രമണം ഉണ്ടായിരിക്കുന്നു. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അടുത്ത ചർച്ച നമുക്ക് നടത്താമെന്ന് പറയുമ്പോൾ തന്നെയാണ് ചതിയിലൂടെ ഖാംനെയിയെ ഇവർ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു രാജ്യത്തോട് ചെയ്തിട്ട് ആ രാജ്യം ഇതെല്ലാം സഹിച്ച് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുമെന്ന ചോദ്യമാണ് ഇറാൻ ചോദിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അവർക്ക് പറയാൻ ന്യായങ്ങൾ ഒരുപാടുണ്ട്. തങ്ങളെ ചതിയിലൂടെ വീഴ്ത്തുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചത്. എന്താണ് അമേരിക്ക പറയുകയാണ്, ചർച്ചകൾ നടക്കട്ടെ എന്ന് പറയുന്നു. 3ാം ഘട്ട ചർച്ച പരാജയപ്പെടുത്താൽ യുദ്ധമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ 1ാം ഘട്ടവും 2ാം ഘട്ടവും ട്രംപ് അത് തന്നെയാണ് പറഞ്ഞത്. 3ാം ഘട്ട ചർച്ചയ്ക്ക് ശേഷം 4ാം ഘട്ട ചർച്ച വിയന്നയിൽ നടക്കും എന്ന് തീരുമാനിച്ച് പിരിഞ്ഞതിന് ശേഷമാണ് മണിക്കൂറുകൾക്കകം ഒരു വലിയ ആക്രമണം ഉണ്ടാകുന്നത്. അതൊക്കെ ഈ പറയുന്നത് പോലെ ഇറാനെ ചതിയിലൂടെ വീഴ്ത്തുക, അതായത് നേർക്കുനേരടിക്കാതെ ചതിയിലൂടെ വീഴ്ത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു. സകല ശ്രമങ്ങളും പരാജയപ്പെട്ടതിന് ശേഷമാണ് ഒരു 18ാമത്തെ അടവ് അല്ലെങ്കിൽ അന്തിമ നീക്കം എന്ന നിലയിൽ ഇപ്പോൾ ഇറാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഇറാനിലേക്ക് യുദ്ധം തുടങ്ങിവെച്ച ഈ സാഹചര്യത്തെ വിലയിരുത്തേണ്ടത്. എന്തായാലും ഈ പറയുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം, ഇറാൻ്റെ ലക്ഷ്യം നെതന്യാഹു തന്നെയാണ്. നെതന്യാഹുവിനെ വധിക്കാനുള്ള ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അത്രയും വലിയൊരു ആക്രമണമാണ് ഉണ്ടായത് എന്ന് IRGC പറയുന്നു. അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ നടത്തേണ്ടത് ഇസ്രായേലാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ തലം മാറുന്നു. യുദ്ധം മറ്റൊരു തലത്തിലേക്ക്, രൂക്ഷമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം.